ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായിരുന്ന നമ്മെ ഏറെ നയിക്കുകയും നമ്മുടെ എല്ലാം നേതൃത്വത്തിലായിരിക്കുന്ന മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി, ഇന്ന് ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ അവറുകൾ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം മെത്രാസന അധിപനായിരിക്കുന്ന ദിയോസ്കോറോസ് തിരുമേനി, ഇന്ന് സ്നേഹത്തോടെ ഇവിടെ വരികയും നമുക്ക് എല്ലാ പിന്തുണയും അറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട MLA തിരുവഞ്ചൂർ സാറ്, നമുക്ക് സ്വാഗതം അർപ്പിച്ച സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ബിജു മനോവറുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി മാഡം, ആനി മാമൻ അവറുകൾ, എത്രയും സ്നേഹം നിറഞ്ഞ വാർഡ് മെമ്പർ കേശവൻ അവറുകൾ, നല്ലവരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് എറമ്പാച്ചൻ സഭയുടെ PR ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ, നല്ലവരായ നാട്ടുകാരെ, ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ആദ്യം വേണ്ടത് എനിക്കാണ്. അതുകൊണ്ട് ഡോക്ടർമാരൊക്കെ ഇവിടെ ഉണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ ചികിത്സയ്ക്ക് വരുവാൻ കഴിയുന്ന രീതിയിൽ ഈ ആശുപത്രി വളരട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഡോക്ടർമാരുണ്ട്. നിങ്ങളിത് എത്രയും പെട്ടെന്ന് കിടത്തി ചികിത്സിക്കുകയാണെങ്കിൽ ഞാൻ 1 മാസം, കാരണം ദേവലോകം അടുത്തായതുകൊണ്ട് അത്യാവശ്യം മീറ്റിങ്ങിന് പോവുകയും ചെയ്യാം, ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുവാനും കഴിയുമെന്നുള്ളൊരു സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്കുള്ള എല്ലാ റിസോഴ്സസും ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. പലപ്പോഴും നമ്മൾ ആ സമയത്തിൽ കൂടെ കടന്നു പോയിട്ടില്ല. ചില നിമിഷങ്ങൾ നമുക്ക് എത്തുമ്പോൾ നമുക്കുള്ളതെല്ലാം ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അവിടെയാണ് ആയുർവേദത്തിന്റെ സാധ്യത. ആയുർവേദം എന്ന് പറയുന്നത് നാം കണ്ടുവന്നതും നമ്മുടെ പൂർവികരും നമ്മുടെ വല്യപ്പച്ചന്മാരും നമ്മുടെ വീട്ടിലുള്ളവര് അപ്പച്ചന്മാരും നല്ല ചേട്ടന്മാരും ഒക്കെ പിന്തുടർന്നിരുന്ന, വൈകിട്ടൊന്ന് കുഴമ്പ് തേച്ച് കുളിച്ചിരുന്ന, ഒരു ഇച്ചിരി കഷായം മേടിച്ച് കുടിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ കഷായവും കുഴമ്പും ഒക്കെ മാറി ഇന്ന് നമ്മളെല്ലാം വൈകിട്ടാകുമ്പോൾ ഇൻസുലിനും എടുത്ത് കൊളസ്ട്രോളിന്റെ 2 ഗുളികയും പ്രഷറിന്റെ 3 ഗുളികയും കഴിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഉറങ്ങുന്നത്. പ്രഷറിന്റെയും കൊളസ്ട്രോളിന്റെയും ഒക്കെ ഈ ബേസ് പോലും മാറിക്കൊണ്ടിരിക്കുക. കാരണം മരുന്നുകൾ കൂടുതൽ വിൽക്കാൻ വേണ്ടി, പണ്ട് കൊളസ്ട്രോളും പ്രഷറിനും ഒരു നോർമൽ ആയിരുന്നെങ്കിൽ അതിന്റെ അളവ് ഡോക്ടർമാരങ്ങ് മാറ്റുവാണ്. കാരണം പറഞ്ഞു, അയ്യോ ഇത് തന്നെ ഇപ്പോൾ ക്രിട്ടിക്കലാണ്, മരുന്ന് തുടങ്ങണമെന്നാണ് പറയുന്നത്. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ നമ്മൾ ഇന്ന് കഴിച്ചു തുടങ്ങുന്ന ഒരു സംസ്കാരത്തിലേക്ക്, മരുന്ന് കഴിക്കാതിരുന്നാൽ നാട്ടുകാർ കുറ്റം പറയുന്ന ഒരു ജീവിതശൈലിയിലേക്ക് മനുഷ്യൻ മാറുമ്പോഴാണ് ആയുർവേദം എന്ന് പറയുന്നത് ചികിത്സയ്ക്കപ്പുറമായ ഒരു ജീവിത ശൈലിയാണെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മലങ്കര സഭ പരിശുദ്ധ ബാബാ തിരുമേനി ഏറെ ശ്രദ്ധയോടെയാണ് ഈ ആയുർവേദ ആശുപത്രിക്ക് തുടക്കം കുറിച്ചത്. ഇത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടത്തുവാൻ പരിശുദ്ധ ബാബാ തിരുമേനി ആഗ്രഹിക്കുന്നത്. അതിന്റെ 1ാം ഘട്ടമായിട്ടാണ് ഒരു ക്ലിനിക്ക് ആരംഭിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ തുടങ്ങുകയാണ്. ഈ 1ാം ഘട്ടം ക്ലിനിക്കിൽ കൂടെ കടന്ന് 2ാം ഘട്ടം ഒരു ആശുപത്രിയിലേക്ക് മാറുകയും വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾ പോലും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കേരളത്തിലേക്ക് ആയുർവേദ ചികിത്സയെ വിദേശ രാജ്യങ്ങളിൽ പരിചയപ്പെടുത്തുവാനും അവരെ നാട്ടിലെത്തുന്ന ഒരു പൂർണ്ണമായും കിടത്തി ചികിത്സിക്കുന്ന, അല്ല ഇതൊരു ഞാൻ പറഞ്ഞ ഒരു ജീവിത ചര്യയായി മാറുമ്പോഴാണ് നമ്മൾ താമസിച്ച് ചികിത്സിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ആ രീതിയിലുള്ള 2ാം ഘട്ടം ഒരു ആശുപത്രിയായി മാറ്റുകയും 3ാം ഘട്ടം പരിശുദ്ധ ബാബാ തിരുമേനിയും നമ്മുടെ മന്ത്രിയും MLA ഒക്കെ പറഞ്ഞ പോലെ ഇതൊരു മെഡിക്കൽ കോളേജായി മാറ്റുകയും അവിടെ എല്ലാവിധമായ മരുന്നുകളും കൃഷി ചെയ്യുവാനും നമുക്കൊരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് ആയിട്ട് ഈ ആയുർവേദ ആശുപത്രി മാറുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് പരിശുദ്ധ ബാബാ തിരുമേനിക്കുള്ളത്. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ഈ കാര്യങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ സഭയുടെ സ്ഥാനികളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. സഭയുടെ വൈദിക ട്രസ്റ്റി അമ്മേലച്ചൻ ഒരു വിദേശ യാത്രയിലായതുകൊണ്ട് അമ്മേലച്ചന് വേണ്ടിയും പ്രത്യേകമായ ആശംസ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഈ ആശുപത്രി മുന്നോട്ട് പ്രവർത്തനങ്ങൾ ഒരു ക്ലിനിക്കായി ആരംഭിച്ച് ഒരു ആശുപത്രിയായി വളരുവാനും പിന്നീട് ഈ ദേശത്തിനും ഈ നാടിന്റെയും പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ മെഡിക്കൽ കോളേജായി, ഒരു ആയുർവേദ മെഡിക്കൽ കോളേജായി വളരുവാനും ജനങ്ങളെ ആയുർവേദത്തിലേക്ക് കൂടുതലായി അടുപ്പിക്കുവാനും ഈ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ സഭ ആരംഭിക്കുന്ന ഈ തുടക്കം എല്ലാവിധമായ ആശംസകൾ സഭയുടെ വർക്കിംഗ് കമ്മിറ്റിക്ക് വേണ്ടി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി, എല്ലാവിധമായ വിശ്വാസികൾക്ക് വേണ്ടിയും പരിശുദ്ധ ബാബാ തിരുമേനിക്ക് എല്ലാ പിന്തുണകളും അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഇതിന്റെ മെഡിക്കൽ ഡയറക്ടറെ, ഡോക്ടർമാര്, ഇതിന്റെ തെറാപ്പിസ്റ്റുമാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമ്മളിതിനെ ഒരു പരിശുദ്ധ ബാബാ തിരുമേനി ഇതൊരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി അല്ല, അതായത് സഭയ്ക്ക് വരുമാനം ഉണ്ടാക്കുന്ന
ഒരു പദ്ധതിയായിട്ടല്ല ഇതിനെ കണ്ടിരിക്കുന്നത്. ജനങ്ങളെ ആയുർവേദം പരിചയപ്പെടുത്തുവാനും ജനങ്ങളെ ആയുർവേദ ചികിത്സയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഹാബിറ്റ് വളർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ചിന്ത. ആ ചിന്തയിലേക്ക് നല്ലവരായ നാട്ടുകാരുടെ എല്ലാ പിന്തുണയും സഭയുടെ ഒരു സ്ഥാനം എന്ന രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.